ഇവിടെ നോക്കൂ നിങ്ങൾ, ഉപ്പയുടെ ദേഹത്ത് ഏറ്റവും ഉയരം കൂടിയ അവയവം സ്വന്തം നെഞ്ചാണ്. ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി നമ്മൾ ആഞ്ഞു വലിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് നമ്മളെ കാതിൽ വന്നിട്ട് ഒരാൾ പറയും, ഞാൻ പോകാട്ടോ, നിന്റെ കൂടെ പോരാൻ കഴിയില്ല. അതാണ് സമ്പത്താണ്. സമ്പത്താണ്. 3 തുണി കഷ്ണ ഊദാരിയായിട്ട് നമുക്ക് തരും. ഇതേ സമ്പത്തും നമ്മളുടെ ബന്ധമുള്ളൂ. മൂന്നാമത്തത്, നമ്മളൊക്കെ മയ്യത്ത് വെച്ച് നമ്മളെ മക്കള് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു, അള്ളാന്റെ ഉപ്പാക്കിന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് മോനും മോളും പ്രാർത്ഥിക്കുമ്പോ മോന്റെ കൽബ് കലങ്ങി ഒരിറ്റ് കണ്ണുനീർ നിങ്ങളെ കഫംപുടവയിൽ വീണുപോയാൽ, പ്രിയപ്പെട്ട രക്ഷിതാവേ, ലോകത്തെ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൽബ് കൊണ്ട് അതിനെ സ്വീകരിക്കുക എന്നതാണ്. ഹൃദയം കൊണ്ട് ഖുർആനിനെ സ്വീകരിക്കുക എന്നതാണ്. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കൽബിലൂടെ ഒരു സ്പാർക്ക് ചെയ്യുന്നത് നമുക്കറിയാം. എന്റെ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം പിടിക്കും. ഇതുപോലെയാണ് ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാൽ, അല്ലാഹു എന്ന് കേട്ടാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞപ്പെട്ടാൽ നമ്മുടെ ഹൃദയം എവിടെയോ കൊളത്തി വലിക്കണം. അതാണ് ഹൃദയവുമായിട്ടുള്ളതിന്റെ ബന്ധം. വിശുദ്ധ ഖുർആനെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത്, ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട്, അവർ ചിന്തിക്കുന്നില്ല എന്നാണ്. ഹൃദയം കൊണ്ട് എങ്ങനെ ചിന്തിക്കാം? മസ്തിഷ്കം കൊണ്ടല്ലേ ചിന്തിക്കുക, ബ്രെയിൻ കൊണ്ടല്ലേ ചിന്തിക്കുക. വളരെ അടുത്ത് 3 വർഷം മുമ്പാണ് സയൻസ് നമുക്ക് പറഞ്ഞു തന്നത് ഹൃദയം കൊണ്ടും ചിന്തിക്കും മനുഷ്യൻ. അതിനു മുമ്പ് ഇതിനെക്കുറിച്ച് നമുക്ക് സയൻസിന്റെ ലോകത്ത് ഒരു ധാരണയുള്ളതാണ്. കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാം, ഡോർ തുറക്കാം, ബില്ലടക്കാം, എല്ലാം കാർഡ് വഴി. മനുഷ്യർ ജോലി ചെയ്യാത്ത സൂപ്പർ മാർക്കറ്റുകൾ, യന്ത്ര മനുഷ്യർ ജോലി ചെയ്യുന്ന ബാങ്കുകൾ, ദാമ്പത്യ ബന്ധത്തിന് പോലും യന്ത്ര മനുഷ്യന്മാരെ ആഗ്രഹിക്കുകയും കൊണ്ടു നടക്കുകയും പോക്കറ്റിൽ മടക്കി സ്വന്തം ഭാര്യയെ ട്രീറ്റ് ചെയ്യുന്ന പാശ്ചാത്യ ലോകം ഇറങ്ങുമ്പോഴാണ് ഒരു പർവ്വതത്തിന്റെ മുകളിൽ നാം ഇത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ആ പർവ്വതം അങ്ങനെ വിറക്കുന്നത് നിനക്ക് കാണാം. നാളെ ഇവിടെ പെരുമ്പാവൂരിൽ ഏറ്റവും ഉയരമുള്ള ഒരു കുന്നും പുറത്ത് പോയിട്ട് ഖുർആൻ കൊണ്ടുപോയി വെച്ച് നോക്കൂ, ഒന്നും സംഭവിക്കില്ല. പിന്നെ എന്തിനാണിത് പറഞ്ഞത്? ഇത് കൊണ്ട് നടക്കുന്ന നിന്റെ ഹൃദയം എന്തുകൊണ്ട് മിടിക്കണില്ല? നീ പെൻഡ്രൈവിൽ കൊണ്ട് നടക്കുന്ന സാധനമാണിത്, സിസ്റ്റത്തിലുണ്ട്, എന്റെ MP സ്പേസ് മൊബൈലിലുണ്ട്. പക്ഷെ എന്റെ കൽബിൽ ഒരു സ്വാധീനം ചെലുത്താതിരിക്കും. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയുടെ കൂടെ യാത്ര പോവാൻ. ആ സഹാബി ഇങ്ങനെ ഒട്ടകപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങുന്നു, വീണ്ടും കയറുന്നു, വീണ്ടും ഇറങ്ങുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചപ്പോ ഉമർ ഖത്താബ് ചോദിച്ചു, മാലി അറാക മഹ്സൂന, സഹോദര നീ അതീവ ദുഃഖിതനാണല്ലോ, എന്തു പറ്റി നിനക്ക്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സഹോദരനോട് ചോദിച്ചപ്പോൾ പറയും, അമീറുൽ മുഅ്മിനീൻ ആയതാനി മഹ്സൂനതാൻ, 2 ആയത്ത് എന്നെ ദുഃഖിതനാക്കി കളഞ്ഞു. ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫി, അല്ലാഹുവിന്റെ ശിക്ഷ വന്നെത്തിയാൽ മാ ലഹു മിൻ ദാഫി, തടയാൻ നിനക്ക് കഴിയില്ല എന്ന് പെരുമ്പാവൂർക്കാരെ സംബന്ധിച്ചിടത്തോളം, പറവൂർക്കാരെ സംബന്ധിച്ചിടത്തോളം, ആലുവക്കാരെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് പറയേണ്ടതില്ല, കഴിയില്ല. മാ ലഹു മിൻ ദാഫി, കഴിയില്ല. ഈ ആയത്ത് അമീർ മുഅ്മിനീൻ എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തി, എന്റെ ഇരിപ്പിന് അസ്വസ്ഥതാക്കി, കിടത്തല്ലാതാക്കി. ഈ 2 ആയത്താണ്. മാ ലഹു മിൻ ദാഫി, പിടിച്ചു കുലുക്കിയില്ലേ നമ്മൾ? ഡോളർ എക്സ്ചേഞ്ച് ചെയ്തിരുന്ന, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡോളർ വിനിമയം നടന്ന, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇന്നാള് സ്റ്റേറ്റിലാ ജോലി ചെയ്യുന്നത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൊല്ലത്തോ തിരുവനന്തപുരത്തോ എന്നാണ്. ചെങ്ങന്നൂർക്കാരെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. 1 ഏക്കറിൽ ഒരു വീട് വെച്ച് താമസിക്കുന്നവൻ, സമ്പത്തിൽ അടയിരുന്ന് ജീവിച്ച് ശീലിച്ച മനുഷ്യർ, അവരെ രക്ഷപ്പെടുത്തിയത് ആരാണ്? അന്നന്നത്തെ അന്നത്തിന് വകയില്ലാത്ത മത്സ്യത്തൊഴിലാളി. കൈഫക്കാൻ അഅദാബി വനുദുർ, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ശിക്ഷ എന്ന് ചോദിക്കുകയാണ് മോളുന്നാള്. ചോദിക്കാൻ മാ ലഹു മിൻ ദാഫി, തടയാൻ കഴിയില്ല നമുക്ക്. ഈ ആയത്ത് ഓതിയിട്ട് അതേ അസ്വസ്ഥനാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുന്ന സമയത്ത് അവിടത്തെ മുഖത്ത് 2 ചാലുകൾ ഉണ്ടായിരുന്നു എന്നാണ്.
ഖുർആൻ ഓതി കരഞ്ഞതിന്റെ അടയാളമാണ്. ഖുർആൻ ഓതി കരയാത്ത കണ്ണ് സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂൽ വേറൊരു ഓപ്ഷനും കൂടി തന്നു. ഓതിയിട്ട് കരച്ചിൽ വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം, കൃത്രിമമായി കരയണം. സാധാരണ രീതിയിൽ ഒരാൾ കരയും. കരയാത്ത ഹൃദയം ഈമാനില്ലാത്ത ഹൃദയമാണ്. തഖ്വണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തഖ്വണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞ വജിലത്ത് ഖുലൂബുഹും. ഖുർആന്റെ ആയത്തോതിയ തഫീളു മിനദ്ദം, കണ്ണിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകും, ഹൃദയം പിടിച്ചൊലച്ചു പോകും, അസ്വസ്ഥനായി. ഇതൊക്കെ അതിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദര, വിശുദ്ധ ഖുർആനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. കൽബോണ്ട് ചിന്തിക്കണം. ഖുർആനിൽ കൽബോണ്ട് നിങ്ങൾ ചിന്തിച്ചാലാണ് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് യാസീൻ സുബ്ഹി നമസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്ദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ബോധം കെട്ടു വീഴാൻ. ആരാ വീഴുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബോധം തെളിഞ്ഞു വന്നപ്പോൾ ആള് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തേ തലേന്ന് ഭക്ഷണം കഴിച്ചില്ലേ? സുബൈക്ക് ബോധം കെട എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ ഓർത്തുപോയി. എന്താണ് ഓർത്തത്? നമ്മളൊക്കെ അള്ളാഹിനോട് പറയുന്ന ഒരു നാളുണ്ട്, അള്ളാഹുവെ നരകത്തിൽ പിടിച്ചിട്ടാലും വേണ്ടിയില്ല, മഹ്ശറിൽ തന്നെ രക്ഷപ്പെടുത്തണം, മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അന്നല്ല ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ. നരകത്തേക്ക് പോയിക്കോ, സ്വർഗത്തേക്ക് പോയി ആളുകളെ കേസൊക്കെ എടുത്ത് വിചാരണ ചെയ്യുന്ന സമയത്ത് ചില ആളുകളോട് അല്ലാഹ് പറയും, ആയിട്ടില്ല, മഹ്ശറേക്ക് തന്നെ പോ. വന്ദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഈ കൂട്ടത്തിൽ സാധുവായ ഉമർ ഉൾപ്പെടുമോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. ലൗ കാന ബഅദി നബിയ്യുൻ ലകാന ഉമറുൽ ഖത്താബ് ലാ നബിയ്യ ബഅദി അന ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ. എന്റെ ശേഷം ഈ സമുദായത്തിന് അല്ലാഹു ഒരു പ്രവാചകനെ കൊടുക്കുമായിരുന്നെങ്കിൽ ലകാന ഉമറുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമറാൻ റളിയല്ലാഹു അൻഹു. ആ ഉമർ ഖത്താബാണ് ബോധം കെട്ടു വീണത്. ബോധമൊന്നും കെടാനുള്ള ഈമാൻ നമുക്കില്ല എന്ന് ഗ്യാരണ്ടി ജാമ്യം ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുക. ഒരിറ്റു കണ്ണുനീർ. റമദാനായാൽ നബി തിരുമേനി വിളിക്കും എന്നെ. അബ്ദുള്ള ഖുർആൻ പാരായണം ചെയ്യും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നബി അത് നിങ്ങൾക്ക് ഇറങ്ങിയതാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഓതി തരുന്നത്? വേറെ ആളുടെ ഓത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. സഹാബികളുടെ കൂട്ടത്തിൽ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന രണ്ടാളുകൾ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും. നബി കുറച്ച് പിന്നിലാണ് ഇരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് എന്നെങ്ങനെ സ്വർഗത്തെ കുറിച്ച് ഞാൻ ഓതിയ കളിപ്പാട്ടം കണ്ട കുട്ടിയെ പോലെ ആർത്തിയോടെ നബി അത് ചോദിക്കും. നരകത്തെ കുറിച്ച് ഓതിയ നബി എന്നെ തള്ളി മാറ്റും. ചില സമയത്ത് മൗനം ഉണ്ടാവും. ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കും, നബി ഉറങ്ങിയോ? കാരണം നമ്മളൊക്കെ ഖുർആനത്തെ ഉറങ്ങാണല്ലോ ചെയ്യാം. ഉറക്കം വരാനാണ് എടുക്കുക. ദയവ് ചെയ്ത് സഹോദര സഹോദരി ഖുർആൻ എടുത്ത് ഉറങ്ങരുത്. കാരണം അള്ളായിട്ട് ഡയറക്റ്റ് സംസാരിക്കുകയാണ്. അള്ളാഹിനെ അപമാനിച്ചാൽ അള്ളാഹ് നമ്മൾ അപമാനിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ പിന്നെ രക്ഷപ്പെടുത്താൻ ഭൂമിയിൽ ആരുമില്ല. ഇത് ഉറക്ക് വരണ്ടേ പൂട്ടിച്ചു പോവുക. ഓതരുത്, ഖുർആൻ ഓതരുത്. ഉറക്ക് പാടില്ല. ഉറക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ അപമാനിക്കുന്നതിന് തുല്യാണ്. അപ്പൊ നബി ഉറങ്ങിയോ നോക്കുമ്പോണ്ടാവും ഇറവെള്ളം ഉറ്റി വീഴുന്നത് പോലെ തടി രോമങ്ങളിലൂടെ നബിയുടെ കണ്ണുനീരിങ്ങനെ ഉറ്റി വീഴുന്ന കാണും. നിർത്താൻ പറയാൻ പോലും നബിക്ക് കഴിയില്ല. എന്നിട്ട് വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദ, സൂറത്തുൻ നിസാ. ഇത് ഓതിയിട്ട് നബി പറഞ്ഞു, ശയ്യബതനി, എന്റെ മുടി നരപ്പിച്ചു. ഈ ആയത്ത് എന്റെ മുടി നരച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ നരച്ചിട്ടുണ്ട്, പല ആളുകളും നരച്ചിട്ടുണ്ട്. ഒന്ന് ജോലിന്റെ പ്രഷർ കൊണ്ട് നരക്കുന്നതാണ്, ഇല്ലെങ്കിലോ വൈറ്റമിന്റെ കുറവ്, ഇല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിന്റെ പ്രശ്നം, മൊബൈൽ ധാരാളം ഉപയോഗിച്ചാലും മുടി നരക്കും. അതുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ നരച്ചുകൊണ്ടിരിക്കുക. ഇതല്ലാത്തൊരു കാരണം എടുത്തിട്ട് ഇത് എന്റെ മുടി ഖുർആൻ നരപ്പിച്ചതാണ്. ആരാണ് പറഞ്ഞത്? ലോകത്തൊരാളെ പിടിച്ചു നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നബി നിങ്ങളാണ്. നിങ്ങൾ മരിക്കുകയാണെങ്കിൽ പിന്നെ ലോകത്ത് ആരാണ് ശാശ്വതം? ഇങ്ങനെ അള്ളാഹിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് അള്ളാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി നരപ്പിച്ച ഖുർആൻ ഖൽബിലാണ്, ഖുർആൻ ഹൃദയത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, കുറച്ചുകൂടി ഗൗരവത്തിൽ നമ്മൾ ഖുർആൻ സ്വീകരിക്കണം. ഖുർആൻ പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഖുർആന്റെ ആളാവില്ല. ഖുർആൻ പരീക്ഷ എഴുതിയതുകൊണ്ടും ആവില്ല. നമ്മൾ ആത്മപരിശോധന നടത്തണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മളാകെ പിടിച്ചു കുലുക്കിയിട്ട് ബേജാറാക്കണം. ഖുർആൻ ഏതാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്ത ജില്ലയാണ് ഗുജറാത്തിലെ നർമ്മദ.
ഈ ഗുജറാത്തിലെ നർമ്മദയിലാണ് ഗുജറാത്തിന്റെ പുത്രൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ 3000 കോടി രൂപയുടെ പ്രതിഭയുള്ളത്. ഇതുണ്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടായോ? അറിയപ്പെടുന്ന ആരാധനകളൊക്കെ ആണെങ്കിലും മുമ്പ് അല്ലാഹ് റസൂലോട് ചോദിച്ചതാണ്, യത്തീമിനെ നീ പരിഗണിക്കണം. യത്തീമാരാ? പിതാവില്ലാത്ത കുട്ടി മാത്രല്ല, അവലംബമില്ലാത്ത മുഴുവൻ മനുഷ്യരും യത്തീമുകളാണ്. 58 കോടി ജനങ്ങൾ, 20 രൂപക്ക് താഴെ ഒരു ദിവസം വരുമാനമുള്ള 58 കോടി ജനങ്ങൾ ജീവിക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. വിഷൻ 2026 എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബൃഹത്തായ ഒരു സേവന പദ്ധതിയുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ആളുകൾ ഗ്രാമങ്ങൾ 100 ഗ്രാമങ്ങൾ ദത്തെടുത്തിരിക്കുകയാണ്. 100 ഗ്രാമങ്ങൾ. ഉലഹിയത്തിന്റെ 1 കിലോ ഇറച്ചി പിടിച്ചിട്ട് 66 വയസ്സുകാരനായ ഒരു മനുഷ്യൻ അവരുടെ മുന്നിൽ കരഞ്ഞു എന്നാണ്. എന്തിനപ്പം നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, 66 കൊല്ലത്തിനിടക്ക് എന്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് 1 കിലോ ഇറച്ചി. മണ്ണ് പുരണ്ടുപോയ ദാരിദ്ര്യം. ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും ഒരു പിടിച്ചു കുലുക്കൽ കഴിയില്ല. അസ്വസ്ഥരായേ തീരൂ, നമ്മൾ അസ്വസ്ഥരായേ തീരൂ. അതുകൊണ്ടാണ് അതുകൊണ്ട് ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യന്റെ മനസ്സിനോടാണ് സംഭവം. മശായിറ ബസരിയ, മനുഷ്യന്റെ വികാരങ്ങളോട് ഏത് സമയത്തും സംവദിക്കും. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥ നോക്കണം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളെ മൂഡ് നോക്കണം, എന്നിട്ട് സംസാരിക്കാൻ പറ്റൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഖുർആൻ അങ്ങനെ ഒരു കണ്ടീഷനും ഇല്ലാതെ ആളുടെ ഹൃദയത്തിലേക്ക് വീട്ടിലെ വാതിൽ തുറന്ന് ചോദിക്കലും പറച്ചിലൊന്നുമില്ല, അടിയാണ്. അടി തുടങ്ങി. പിടിക്കാമെന്ന പെങ്ങളെ തല്ലി, എളിയനെ തല്ലി, നിരത്തി തല്ലി, ഞാൻ സ്വയം തളരുവോളം പെങ്ങളെ നെറ്റി വരട്ടി. ആറാമത്തെ ആയത്തെത്തിയപ്പോ മുട്ടുകുത്തി വീണു ഉമർ ഖത്താബ്. കരയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമർ ഖത്താബിന്റെ വാൾ ഉറയിലേക്ക് പോവുകയാണ്. അറബ് ലോകം പിടിച്ചു കുലുക്കിയിരുന്ന തസ്കര വീരൻ, രാത്രിയും പകലും കൊള്ള നടത്തിയാൾ. ഒരു ദിവസം രാത്രി ഒരു വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊള്ളടിച്ചിട്ട് പോകുമ്പോ ആ വീട്ടിലെ പെൺകുട്ടി ഓതാണ്, അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് ഭയപ്പെടാൻ സമയമായില്ലേ അല്ലാഹനെ? ബലാ യാ റബ്ബ്, സമയമായി അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മോട്ടിച്ച സാധനമൊക്കെ അവിടെ വീട്ടിൽ തിരികെ ഏൽപ്പിച്ചിട്ട് പോവാൻ. ഖാദി ഫുളൈൽ ഇബ്നു ഇയാദ്, ലോകപ്രശസ്ത പണ്ഡിതൻ, തസ്കര വീരനായിരുന്നു, മോട്ടാവായിരുന്നു. ഖുർആനിന് ഖാദി ഫുളൈൽ ഇബ്നു ഇയാദിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റഹിമഹുല്ലാഹ് എന്ന് പറയും. ഇതാണ് ആളുകളുടെ മനസ്സിലേക്കാണ് തിരിച്ചു കയറുന്നത്, ആളുകളുടെ മനസ്സിലേക്ക്. അതുകൊണ്ടാണ് ഇതിന്റെ വളരെ മാസ്മരികമായ ശേഷിയുണ്ട്, മ്യൂസിക് ഉണ്ട്. ഇയർഫോൺ വെച്ച് നമ്മൾ പാട്ട് കേൾക്കുന്നത് പോലെ കേട്ടു നോക്കൂ, ഖുർആൻ നമ്മുടെ കൽബിലേക്ക് ഇടിച്ചു കയറും. നല്ല ഒരു കാര്യന്റെ ഖിറാഅത്ത്, റിലാക്സ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സ്വസ്ഥത ദിക്റുള്ള. ഏതാണ് ഏറ്റവും വലിയ ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്നാ നഹ്നു നസ്സൽന അദ്ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനാണ്. ഖുർആൻ ഓതിയ റിലാക്സ് ആണ് ഹൃദയത്തിന്. ഇപ്പൊ ആളുകൾ, മുതിർന്ന ആളുകളൊക്കെ, താഴ്ന്ന വയസ്സിന് കുറഞ്ഞ ആളുകൾ ബഹുമാനിക്കൽ എന്നെ മുമ്പൊക്കെ മടക്കു തയ്ച്ചിട്ടാണ്, ഇപ്പൊ ഇയർഫോൺ കാതുന്നെടുത്തിട്ടാണ്. ഇങ്ങനെ ഇയർഫോണിൽ നല്ലൊരു കാര്യന്റെ ഖിറാഅത്ത് കൊടുത്തു, നല്ല മ്യൂസിക് ഉണ്ട്. റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോ പത്രക്കാർ ചോദിച്ചു, എവിടുന്നാണ് ഈ കമ്പോസിങ്? മനോഹരമായിരിക്കും. ഫ്രം ദ നാച്ചർ, പ്രകൃതിയിൽ നിന്നാണ്. നാച്ചറിന് കമ്പോസിംഗ് സിസ്റ്റം കൊടുത്താരാ? സാക്ഷാൽ ജഗന്നിയന്തോ. അതുകൊണ്ട് അള്ളാന്റെ ശബ്ദത്തിന് നമ്മളെക്കാൾ മനോഹാരിത ഉണ്ടാവും. അതാണ് യൂസുഫുൽ ഇസ്ലാം സ്റ്റീവൻ 976 മൊറോക്കോയിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ അദ്ദേഹം ചോദിച്ചു തന്റെ കൂടെയുള്ള ആളുകളോട്, ഇതെന്താ സാധനം? മ്യൂസിക് ഫോർ ഗോഡ്, ദൈവത്തിന്റെ വരദാനമാണ്, സംഗീതമാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയണ സംഗീതം മ്യൂസിക് ഫോർ ഫൺ, മ്യൂസിക് ഫോർ എന്റർടൈൻമെന്റ്, മ്യൂസിക് ഫോർ മണി. ഇതല്ലാത്തൊരു സംഗീതം എനിക്കറിയില്ല. പൈസക്ക് വേണ്ടി പാടാറുണ്ട്, തമാശക്ക് വേണ്ടി വിനോദത്തിന് വേണ്ടി പാടാറുണ്ട്. ഇതെന്താണ് ഈ ദിവ്യ സംഗീതം? സ്റ്റീവൻ അന്ന് ലോകത്തെ ഒരു വേദിയിൽ പാടിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ കുലുങ്ങുന്ന മാസ്മരികമായ മ്യൂസിഷ്യൻ, സംഗീതജ്ഞൻ. അദ്ദേഹമാണ് പറയുന്നത്, ഇതിന്റെ അത്ര സംഗീതം വേറൊന്നിനും ഇല്ല.
കേട്ടു നോക്കൂ സഹോദര, നല്ല ഒരാളുടെ ഖിറാഅത്ത് നിങ്ങൾ കേട്ടു നോക്കൂ. നല്ല ഒരാളുടെ ഖിറാഅത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. ഇത് ഖൽബിനോടാണ് ആത്യന്തികമായിട്ട് സംവദിക്കുന്നത്. ശിഫാഉൽ ലിമാ ഫി സുദൂർ. എവിടുത്തെ രോഗം മാറ്റുക? ഖൽബിന്റെ രോഗമാണ് മാറ്റുക. ഖൽബിൽ എന്തൊക്കെ രോഗമുണ്ട്? കിബറുണ്ട്, ഹസാദുണ്ട്, ഫസാദുണ്ട്, റിയാഹുണ്ട്. ഇതൊന്നും ലാബിൽ ടെസ്റ്റ് ചെയ്താൽ കാണില്ല. പ്രഷറുണ്ട്, പ്രമേഹമുണ്ട് എന്നേ പറയൂ. നിങ്ങളുടെ രക്തത്തിൽ ഇത്ര അസൂയ ഉണ്ടെന്ന് ഒരു ലാബും പറയില്ല. പക്ഷെ ഉണ്ട്. ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദം. പിശാചി രക്തം ഓടുന്നിടത്തൂടെ ഓടുണ്ട്. ഈ പിശാചിനെ ഒഴിവാക്കിയിട്ട് രക്തം ശുദ്ധീകരിക്കാനും കൽബ് ശുദ്ധീകരിക്കാനും പറ്റുന്ന നല്ലൊരു മെഡിസിനാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഈ ഖുർആൻ നമ്മളും നമ്മുടെ കുട്ടികളും സേവിക്കുക. ഇതൊരു മെഡിസിനാണ്, ഇതൊരു ഔഷധമാണ്. ഈ ഔഷധം നമ്മുടെ മുറ്റത്തുണ്ടായിരിക്കെ, നമ്മുടെ കയ്യിലും നമ്മുടെ മൊബൈലിലും ഉണ്ടായിരിക്കെ, ഇത് സേവിക്കാതെ ഇതിനേക്കാൾ വലിയ ഔഷധം തേടിപ്പോകുന്ന വിഡ്ഢികളാണ് നമ്മൾ. പ്രിയപ്പെട്ട സഹോദര, 10 ഇരട്ടി പ്രാധാന്യം കൊടുക്കുന്നതിന് നമ്മൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം, 10 ഇരട്ടി പ്രാധാന്യം കൊടുക്കാൻ കഴിയില്ല. 10-1 المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا. ഒരുമിച്ച് ഭക്ഷണം കഴിക്കേണ്ട ലോജിക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദാമ്പത്യ ജീവിതത്തിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മാത്തമാറ്റിക്സിന്റെ ലോജിക്ക് ഇല്ല. 1 1 2 അല്ല. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബ്. ഭൂമിയുള്ള മുഴുവൻ നീ ചെലവഴിച്ചാലും അവരുടെ കൽബ് അണക്കാൻ നിനക്ക് കഴിയില്ല. കൽബ് അണക്കുന്ന ഒരു സാധനം സ്പിരിച്വലാണ്, ആത്മീയമാണ്, റബ്ബാണ്. അതുകൊണ്ട് റബ്ബിന്റെ വചനങ്ങൾക്കാണ് 2 മനുഷ്യന്റെ ഹൃദയം കൂട്ടിയണക്കാൻ കഴിയുക. അതാണല്ലോ ഒരു ഒട്ടകം മറ്റൊരാളുടെ തടാകത്തിൽ പോയി വെള്ളം കുടിച്ചാൽ 18 കൊല്ലം യുദ്ധം ചെയ്ത ഞങ്ങൾ. അറബികളെ കുറിച്ചാണ് പറയുന്നത്. മരണാസന്നനായി വെള്ളം വെള്ളം എന്ന് പറഞ്ഞപ്പോ ഒരു സഹോദരൻ തോൽപാത്രത്തിൽ വെള്ളം കൊടുക്കാൻ, അപ്പുറത്ത് വെള്ളം വെള്ളം എന്ന് ശബ്ദം കേൾക്കാൻ. എനിക്ക് വേണ്ട സഹോദര, എന്റെ സഹോദരന് കൊണ്ടുപോയി കൊടുക്കൂ. ഇത് മാറ്റിയത് ആരാണ്? വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ കൽബണക്കുത്. അതുകൊണ്ട് അതല്ലാത്തൊരു ഒരു മെറ്റീരിയലായ സാധനം മനുഷ്യന്റെ മനസ്സടക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ഹൃദയത്തിലേക്ക് ഇത് ചെല്ലണം. കുട്ടികൾക്ക് നമുക്ക് പഠിപ്പിക്കാൻ ഖുർആൻ സ്റ്റഡി സെന്റർ ദൗർഭാഗ്യവരെന്ന് പറയട്ടെ, നമ്മളെല്ലാം മുതിർന്ന ആളുകളാണ്, പഠിക്കണ്ടെന്നല്ല പറയുന്നത്. കുട്ടികളെ കൂടി അതിൽ കൂട്ടണം. കുട്ടികൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 എണ്ണം ബാക്കിയാവും മരിച്ചുപോയാൽ. അമലുൻ സാലിഹുൻ സദഖത്തുൻ ജാരിയ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഒന്ന് നമ്മൾ ചെയ്ത സൽക്കർമ്മം, സദഖത്തുൻ ജാരിയ, ചെലവഴിച്ച സമ്പാദ്യം. ബാപ്പയോ ഉമ്മയോ വല്യപ്പയോ ഒക്കെ ഐസിയിൽ കിടക്കുമ്പോ ഡോക്ടർ പറയില്ല ഞങ്ങളെ കൊണ്ട് നടത്താൻ പറ്റുന്നൊക്കെ നടത്തിയിട്ട് അറിയിക്കേണ്ട ആളുകൾ അറിയിച്ചോളൂ എന്ന് പറയുമ്പോൾ റൗണ്ട് ഉണ്ടാവും ഐസിയിൽ, ഒരു ഗ്ലാസ്. അതിലൂടെ നോക്കൂ നിങ്ങൾ, ഉപ്പയുടെ ദേഹത്ത് ഏറ്റവും ഉയരം കൂടിയ അവയവം സ്വന്തം നെഞ്ചാണ്. ഒരു തുള്ളി ശ്വാസത്തിന് വേണ്ടി നമ്മൾ ആഞ്ഞു വലിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് നമ്മളെ കാതിൽ വന്നിട്ട് ഒരാൾ പറയും ഞാൻ പോകാട്ടോ, നിന്റെ കൂടെ പോരാൻ കഴിയില്ല. അതാണ് സമ്പത്താണ്. സമ്പത്താണ്. 3 തുണി കഷ്ണ ഊതാരിയേറ്റ് നമുക്ക് തരും. ഇതേ സമ്പത്തും നമ്മളുടെ ബന്ധമുള്ളൂ. 3ാമത്തത്, നമ്മളൊക്കെ മയ്യത്ത് വെച്ച് നമ്മളെ മക്കള് പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു. അള്ളാന്റെ ഉപ്പാക്കിന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് മോനും മോളും പ്രാർത്ഥിക്കുമ്പോ മോന്റെ കൽബ് കലങ്ങി ഒരിറ്റ് കണ്ണുനീർ നിങ്ങളെ കഫംപുടവയിൽ വീണുപോയാൽ, പ്രിയപ്പെട്ട രക്ഷിതാവേ, ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. അതില്ലാതെ എത്ര നിങ്ങൾ സമ്പാദിച്ചിട്ട് എന്താ കാര്യം? മോൻ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ അത് തോന്നില്ല. തോന്നണമെങ്കിൽ കുറച്ചു മുമ്പ് അത് പഠിപ്പിച്ചു കൊടുക്കണം. وقال الذين كفروا ربنا أرنا الذين يضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين. നാളെ നരകത്തിലായ മക്കൾ പറയും, അല്ലാഹുവേ ഞങ്ങൾ നരകത്തിലാവാനുള്ള കാരണം ഞങ്ങൾ ഉപ്പയാണ്, ഉമ്മയാണ്. എന്താ മോനെ, എന്തിനാ ഉപ്പാനെയും ഉമ്മാനെയും കാണുന്നത്? ഞങ്ങൾക്ക് അവര് പള്ളി കമ്മിറ്റിയിലൊക്കെ സജീവമായിരുന്നു, നാട്ടിലൊക്കെ സജീവമാണ്. സുബൈക്ക് അവർ ജമാഅത്തിലെത്തിയിരുന്നു, ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഖുർആൻ സ്റ്റഡി സെന്ററിൽ പോയിട്ടില്ല. നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമ്മേളനത്തിൽ ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾക്ക് അവർ പഠിപ്പിച്ചു തന്ന സാധനം ഇവിടെ ഉപകാരപ്പെട്ടതുമില്ല. അതുകൊണ്ട് അവരൊന്ന് കാണിച്ചതാ അല്ലാഹ്. അള്ളാഹിനോട് നമ്മളെ മക്കള് പറയും, അല്ല ചോദിക്കുമ്പോ എന്തിനാ മോനെ ഉപ്പാനെയും ഉമ്മാനെയും കാണുന്നത്? നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ബാപ്പാന്റെയും ഉമ്മാന്റെയും നെഞ്ചത്ത് കയറിയിട്ട് അല്ലാഹുവേ ഈ ചൂടൊന്ന് കുറക്കാൻ ഞങ്ങളെ സഹായിക്കണം. 10 മാസം ഗർഭം ചുമന്ന് 2 വർഷം മുലയൂട്ടി അതേ മാറിടം സ്വന്തം മകൻ ചോദിക്കുമെന്ന് സാക്ഷാൽ അല്ലാഹ്.
ഏത് വേണം നിങ്ങൾ തീരുമാനിച്ചോ? നിങ്ങൾ തീരുമാനിച്ച അന്ന് മുതൽ നമ്മൾ എടുക്കേണ്ട പ്രതിജ്ഞ, നമ്മളെ കുടുംബത്തിന്റെ റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാഅ അഹ്സാനിന വദിഹാബ ഹുമൂമിന. ഖുർആനാണ് റബീഅ ഖുലൂബിന വനൂറ സുദൂരിന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരീ സഹോദരൻ, ഞാൻ അവസാനിപ്പിക്കാൻ, വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിന്റെയും വീടിന്റെയും വെളിച്ചമാണ്. സർവോപരി നമ്മളെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെ നീതിയാണ്. മാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ. അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരായ ജനവിഭാഗങ്ങൾ നമ്മുടെ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം നൽകിയതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ നവോത്ഥാനത്തെ കുറിച്ച് അമീർ ഇവിടെ സൂചിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനത്തെ ശക്തിയും ശേഷിയുമുള്ള ഇസ്ലാമിനെ നെഞ്ചേറ്റി നിൽക്കുന്ന നമ്മൾ സ്വകാര്യ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതല്ല. രാഷ്ട്രീയം, സാമൂഹികം, സാമ്പത്തികം, ജീവിതത്തിന്റെ സകല മേഖലകളിലും വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം ഏറ്റുവാങ്ങിയിട്ട് അസ്വസ്ഥഭരിതരായ ഒരാൾ, ട്രബിൾ മേക്കർ, പ്രൊഫറ്റിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. ആ അസ്വസ്ഥനായ പ്രവാചകൻ, അസ്വസ്ഥനാണ്. ഒരാൾ മരിച്ചാൽ കരയുന്ന പ്രവാചകൻ. എന്തിനാണ് നബി കരയുന്നത്? ഞാൻ ദൂതനായിരിക്കെ ഒരാൾ മുസ്ലിം അല്ലാതെ മരിച്ചുപോയല്ലോ. പത്രം എടുത്ത് ചരമകോളം വായിച്ചാൽ നമ്മൾ എങ്ങനെ കരയേണ്ടി വരും സഹോദരന്മാരെ? നിങ്ങൾ ആലോചിച്ചു. ഇതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ. അതാണ് ഖൽബ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. എന്നിൽ ഏറ്റവും ഉത്തമൻ ഒരായത്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. 100 റക്അത്ത് നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രദ്ധമാണ് ഒരായത്ത് പഠിക്കൽ. അതുകൊണ്ട് സാമൂഹികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ, ചീർപ്പിന്റെ പല്ലുകളെ പോലെ സമന്മാരാണ്. സ്വന്തം ചുമല് കാണിച്ചു കൊടുത്തു എത്തോപ്യൻ അടിമ ബിലാൽ ഇബ്നു റബാഹിന്. എന്നിട്ട് ബിലാലും മിന്നി, ബിലാൽ എന്നിൽപ്പെട്ടവനാണ്. ബിലാലിന് ആരെങ്കിലും ദ്രോഹിച്ചാൽ അവൻ എന്നെ ദ്രോഹിച്ചവനെ പോലെയാണ് പഠിപ്പിച്ചു കൊടുത്തു റസൂൽ. മനുഷ്യന്റെ അന്തസ്, അഭിമാനം, മനുഷ്യന്റെ ജീവന്റെ വില, മനുഷ്യന്റെ ആമൂലാഗ്രം രസിച്ച ജീവിതത്തിന്റെ നിർദ്ദേശങ്ങളെല്ലാം നൽകിയ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മളൊരു ആത്മപരിശോധന നടത്തി വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഗന്ധമായി, ജീവിതത്തിന്റെ വസന്തമായി, ജീവിതത്തിന്റെ പ്രകാശമായി, സകല ദുഃഖങ്ങളുടെയും അസ്വസ്ഥതകളെയും പരിഹാരമായി, നമ്മുടെ പ്രയാസങ്ങളിൽ അവലംബമായി ഖുർആനിനെ നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ കുട്ടിയുടെ മനസ്സിലേക്ക് ഖുർആനിന്റെ വെളിച്ചം പകർന്നു നൽകുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.